السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله محمد النبي الأمين وعلى آله وصحبه ومن سار على دربه واستنى بسنته إلى يوم الدين. أما بعد. മാന്യ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് അൽ ഇസ്തിആദ. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ ഇസ്തആദ യസ്തഈദു ഇസ്തിആദതൻ എന്നതിൻ്റെ ഭാഷാർത്ഥം അഭയം പ്രാപിക്കുക, അഭയം തേടുക, രക്ഷ തേടുക എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിൻ്റെ കാവലും രക്ഷയും എപ്പോഴും ആവശ്യമാണ്, യാതൊരു സംശയവുമില്ല. നമുക്ക് കാണാൻ കഴിയും, വ്യത്യസ്ത സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകിച്ച് തന്നെ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുവാനുള്ള കൽപ്പനകൾ പരിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും ധാരാളമായി നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സന്ദർഭം തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പാരായണ വേളയും. പാരായണത്തിൻ്റെ തുടക്കത്തിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷ തേടുവാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വചനത്തിൽ സൂറത്തുൻ നഹ്ല് 98-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, فَإِذَا قَرَأْتَ الْقُرْآنَ فَاسْتَعِذْ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ. താങ്കൾ ഖുർആൻ പാരായണം നിർവഹിക്കുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളണം. ഫസ്തഇദ്, രക്ഷ ചോദിക്കുക, രക്ഷ തേടിക്കൊള്ളുക എന്നൊക്കെയാണ് കൽപ്പന രൂപത്തിൽ അള്ളാഹു ആവശ്യപ്പെടുന്നത്. കൽപ്പന തന്നെയാണത്. അപ്പം ഈ അടിസ്ഥാനത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാകുന്നു പരിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ ആരംഭത്തിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കുക എന്നത്, അഥവാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. ഇങ്ങനെ അഊദു ചൊല്ലുക എന്നതാണ് സാങ്കേതികമായി ഇസ്തിആദ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്തിആദ എന്ന് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അഊദു ചൊല്ലലാണ്. ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞ ആ രൂപത്തിൽ തന്നെ നമ്മൾ ഇസ്തിആദത്ത് നിർവഹിക്കുമ്പോൾ പറയേണ്ട വചനമാവട്ടെ അത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാകുന്നു. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു, രക്ഷ തേടുന്നു എന്ന്. ഇനി ഇതല്ലാത്ത അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്നും ഇസ്തിആദത്ത് നിർവഹിക്കാവുന്നതാണ്. ഖുർആൻ പാരായണം തുടങ്ങുമ്പോൾ ഇങ്ങനെയും പറയാവുന്നതാണ്. ഈ രണ്ടാലൊരു രൂപം സ്വീകരിക്കാം എന്നർത്ഥം. അതിനെന്താ തെളിവ്? അതിന് പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്നത് സൂറത്തുൽ അഅറാഫിലെ 200-ാമത്തെയും സൂറത്തു ഫുസ്സിലത്തിലെ 36-ാമത്തെയും ഒക്കെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ إِنَّهُ سَمِيعٌ عَلِيمٌ. ഇത് സൂറത്തുൽ അഅറാഫ് 200-ാമത്തെ വചനമാണ്. ഇതിൽ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ഫുസ്സിലത്ത് 36-ൽ അല്ലാഹു പറയുന്നതോ വഇമ്മാ യൻസഗൻ